അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ഓട്ടോ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മളെ രാജസ്ഥാനിലെ അജ്മീറിലാണ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും വിളിച്ചിട്ടൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്തിരുന്നു, അജ്മീർ പോകണില്ലേ, അജ്മീർ പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഞാനും നിങ്ങളും പരിചയപ്പെട്ടത് ഈ ഒരു സൗഹൃദം പുതുക്കിയതും സൗഹൃദം പങ്കുവെക്കുന്നതൊക്കെ നമ്മളൊരു യാത്രയിലൂടെ വീഡിയോ കണ്ടിട്ടും ഒക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ വന്നിട്ട് ഇപ്പം നിൽക്കുന്ന അജ്മീർ ദർഗൻ്റെ ഒക്കെ ഫ്രണ്ടേജിൽ വലിയൊരു ഹാളിലാണ് നിൽക്കുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു പീസ്ഫുൾ മൊമെൻ്റാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനകളിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അജ്മീറിൻ്റെ ചരിത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഖാജ മുഹീദ്ദീൻ ചിസ്തി എന്ന അവരുടെ മക്ബറയാണ് ഇവിടെ ഉള്ളത്, ദർഗയാണ് ഇവിടെ ഉള്ളത്. 1236 ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ഒരു ഇറാനിയാണ്. ഇറാനിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്നിട്ട് ദക്ഷിണേന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് അദ്ദേഹം രാജസ്ഥാനിലെ അജ്മീറിനെ പ്രഖ്യാപിച്ചതും അദ്ദേഹം ഇവിടെ സ്ഥിരതാമസമാക്കിയതും. അങ്ങനെ അദ്ദേഹം 1236 ഇവിടെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്ബറ ഇവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത്. അങ്ങനെ അതിനുശേഷം ഇവിടെ ഒരുപാട് മതപണ്ഡിതന്മാർ വന്നിട്ടും ഒരുപാട് ചക്രവർത്തിമാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് ഇത് പുറം ലോകം അജ്മീർ എന്ന് പറയപ്പെടുന്ന സ്ഥലം അറിയപ്പെടുന്നതും. അതിനുശേഷം 1336 ഇതിനെ പുതുക്കി പണിത് ദർഗയായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനെ പുതുക്കി പണിത്. അങ്ങനെ നമ്മളെ കേരളത്തിൽ നിന്നടക്കം ഇന്ത്യയിൽ പുറത്ത് ഒരുപാട് മലയാളികൾ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ ഫീൽ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളൊരു മക്ക മദീനൻ്റെ ഒരു ഫീൽ, അതുമായി ഉപമിക്കല്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മാനസിക സംതൃപ്തി ഉണ്ട്. അവിടെ പോകുമ്പോൾ കിട്ടുന്ന അതേ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ അജ്മീറിൽ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് 2-3 ദിവസങ്ങൾ കൂടി ചിലവഴിക്കാൻ പറ്റും. എക്സ്പെഷ്യലി നമ്മൾ മലയാളികൾക്ക് വളരെ സിമ്പിളായിട്ട് വരാൻ പറ്റും. എല്ലാ വീക്കിലും നമ്മൾ എവിടുന്നും ട്രെയിൻ ഉണ്ട് അജ്മീർക്ക്. അജ്മീർ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ദർഗ, ഈ ഒരു മസ്ജിദ് കിടക്കുന്നത്. പോരുന്ന വഴികളിൽ ഈ പിടിച്ചുപറി കാര്യങ്ങൾ ഒരുപാട് മോശമാക്കുന്ന സംഗതികൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മളെല്ലാ സംഭവങ്ങളും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മളെ മനസ്സും ശരീരം, നമ്മളെ പ്ലേസ് കാര്യങ്ങൾ മൊബൈലൊക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക, കെയർഫുള്ളായിരിക്കുക. നമ്മളെപ്പോഴുള്ള നമ്മളെ ആസിഫ്, രാജസ്ഥാൻ മലയാളിയായിട്ടുള്ള ആസിഫാണ്. ഞങ്ങൾക്ക് പേരൊന്ന് കൊളാബയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അജ്മീർ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഇത് വിസിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാര്യങ്ങളൊക്കെ ഇവർ സെറ്റാക്കി അത് പോസിറ്റീവ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അജ്മീർ ചെമ്പ് എന്ന് പറയുന്ന സാധനം. വലിയൊരു വട്ടച്ചെമ്പലുള്ള ഒരു പ്രത്യേകതരം ഫുഡിങ് രീതിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊക്കെ വരുമല്ലോ, അപ്പോൾ നമുക്കൊക്കെ ഹദിയായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. പണമായിട്ടും ഭാര്യയായിട്ട് കൊടുക്കാൻ പറ്റും. എന്ത് വസ്തുക്കളായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അത് ഇവർ ചെയ്യുന്നത് ആ ചെമ്പിൽ എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് തന്നെ ദാനധർമ്മം ചെയ്യാണ്. അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഇവിടെ ഫുഡ് ഉണ്ട്. അത് ഇവിടുത്തേതായിട്ടുള്ള പ്രത്യേകതരം ഡിഷാണ്. പ്രത്യേകിച്ച് അജ്മീർ പള്ളീൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഹെവി ക്രൗഡ് ഏരിയ ആണ്. നമ്മൾ തന്നെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും ഇതുപോലെ ഇവിടെ നിന്നൊക്കെ കാണാനുള്ള ഇത് ഉണ്ടാവട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ തന്നെ നിങ്ങൾ നമുക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.